കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വന്നാലുടൻ അന്തിമ പ്രഖ്യാപനമുണ്ടാകും. SIR നടപ്പാക്കും മുൻപ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കും. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു രാജ്യത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും SIR നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് എന്നത്. കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിലേക്ക് കടക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണോ സൂചന? അനുജ, നിലവിലൊരു അന്തിമ തീരുമാനം കൂടി ഇതിനകത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചുള്ള അന്തിമ പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലടക്കം മിക്ക സംസ്ഥാനങ്ങളിലും ഒക്ടോബറിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകുമെന്നുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില സങ്കീർണതകൾ നേരത്തെ ബീഹാറിൽ ഇത് നടപ്പിലാക്കുന്ന സമയത്ത് ഉണ്ടായ ചില സാവകാശത്തിലെ പ്രശ്നങ്ങളുണ്ട്. അതേ പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇതിനെ എങ്ങനെ മറികടക്കും? രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്ക്രൂട്ടിനികൾ, മറ്റ് സമഗ്ര പരിശോധനകളെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. കേരളത്തിൽ ഇനി അടുത്ത വർഷം മെയ്യിലാണ് തെരഞ്ഞെടുപ്പ്. 8 മാസത്തോളമാണ് സമയമുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഈ തീവ്ര പരിശോധന നടത്തണമെങ്കിൽ, വോട്ടർ പട്ടികയിലെ പരിശോധന നടത്തണമെങ്കിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും സമയം വേണം. ഈ 6 മാസത്തിനിടയിലായിരിക്കാം ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുക, അതിൻ്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക, വോട്ടർ പട്ടികയിലെ ആക്ഷേപങ്ങൾ, പരാതികളൊക്കെ തന്നെ പരിഹരിക്കുക, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് അപ്പീൽ നൽകാനുള്ള സാവകാശം കൊടുക്കുക. അങ്ങനെ 6 മാസം സമയം വേണം. പക്ഷേ ഇവിടെ ആ 6 മാസത്തിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട് എന്ന ഒരു സങ്കീർണത കൂടി ഉള്ളപ്പോൾ എങ്ങനെ അതിനെ മറികടക്കാൻ സാധിക്കും? ഇതിനിടയിൽ വലിയ ആക്ഷേപം ഇതിനിടെ പ്രതിപക്ഷം ഉയർത്തുന്നത് BJPക്ക് വേണ്ടിയുള്ള ചില വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തലുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ചില പൗരന്മാരെ ഒഴിവാക്കുന്നു, അനധികൃതമായി കടന്നുകൂടിയിട്ടുള്ള പൗരന്മാരെ ഒഴിവാക്കുക എന്നതാണ് ഈ പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുമ്പോഴും ഇവിടെ പക്ഷേ സാധാരണക്കാരായ കുറേ മനുഷ്യരെ ഇതിൻ്റെ പേര് പറഞ്ഞ് ശരിയായ രീതിയിലുള്ള സ്ക്രൂട്ടിനി പരിശോധന നടത്താതെ മാത്രം പുറത്താക്കുക, കൂട്ടത്തോടെ ചില ആളുകളെ പുറത്താക്കുന്നത് BJPയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെട്ടിനിരത്തലാണ്, അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണെന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ കേരളത്തിലടക്കം ഇത് നടപ്പിലാക്കുമെന്ന കാര്യം വളരെ ഗൗരവമാണ്. ഒപ്പം തന്നെ കേരളത്തിൽ മാത്രമല്ല, അടുത്ത വർഷം തമിഴ്നാട്, ബംഗാൾ അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമാണോ ഇത്തരം തീരുമാനങ്ങൾ? ബംഗാളിലേക്കും തമിഴ്നാട്ടിലേക്കും അടക്കം കടന്നു കഴിഞ്ഞാൽ അവിടെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനും വിമർശനങ്ങൾ ഉണ്ടാകാനും സാധിക്കും. എന്തായാലും ഇതിൻ്റെ പ്രാരംഭ നടപടി എന്നോണം ആദ്യം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള എതിർപ്പുകളാണ് ഉയരുന്നത്, എങ്ങനെയായിരിക്കും ഇതിന് നടപടികൾ മുന്നോട്ട് പോവുക എന്നതാണ് ശ്രദ്ധേയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.